അവിടെ തരാം, ഞാൻ പറയാം. അവിടെ തരാം. ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാൻ ഇതിലൊരു കമ്പൈൻഡ് എഫേർട്ട് ഉണ്ടായിരുന്നു. ആർമി എല്ലാ ആൾക്കാരും, അത് കേരള പോലീസിന്റെ SOG ആയിരുന്നു ആദ്യം അവിടെ എത്തിയത്. ആ ഒരു എഫേർട്ടിന് എങ്ങനെയാണ്? ഞാൻ പറയുന്നല്ലോ, ഞാൻ അതാണ് നമ്മുടെ ആർമിയിൽ എല്ലാവരെയും ഇതിൽ നമുക്ക് അത് ഒരാളെ എങ്ങനെ നന്ദി പറയേണ്ടതെന്നറിയില്ല. അവരുടെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ്. ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇല്ലല്ലോ, ഇത് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം ചുഴികൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും, ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാം. ഇതൊക്കെ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരുന്നത്, അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിലൊന്നാണ്. തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അത് മാത്രമല്ല, അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ്. ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ്. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള